അമ്മേ, രക്ഷപ്പെട്ടു. ദിവാരേട്ടനെ കണ്ടില്ല, എന്നാൽ അമ്മയെ സംഭവിച്ചു. അത് മതി. ഇനിയിപ്പോ അങ്ങനെ അറിഞ്ഞ് ചാടിക്കടിക്കാൻ വന്ന അമ്മയുടെ തലയിൽ കിട്ടുകൊടുക്കാലോ. ആ തള്ളയെ ഞാൻ എങ്ങനെ വിട്ടെന്നറിയോ? 200 ഗ്രാം പുകയിലും 5 പരിപ്പ് വടയും. ഒന്ന് കുളിച്ച് റെഡിയാവട്ടെ. അവിടെ മുതൽ ഓടിയായിരുന്നു. അനിൽ എതൊക്കെ പോയല്ലോ. പോയെന്നോ? ഏയ്, എന്നെ പറ്റിക്കാൻ. 4 മണിക്ക് പോയാൽ മതി എന്നാണല്ലോ പറഞ്ഞത്. അവര് തെക്കേക്കോലത്തെയും കിഴക്കേക്കോലത്തെയും തമ്പ്രാട്ടിമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ ആയിട്ടില്ല. എന്നെ വിളിച്ചതാ, ഞാൻ പോയില്ല. എനിക്കിഷ്ടമില്ല. നിക്ക്, പറയട്ടെ. അയ്യോ, അവൾക്ക് നല്ല വിഷമായി. പാവം. ഓ, അതുകൊണ്ടാ കോലത്ത് കുട്ടികൾക്കൊപ്പം തുള്ളണമെന്നാ പെണ്ണിന്. പത്മിനിക്കാണെങ്കി ഇത്തിരി കൊഞ്ചിക്കൽ കൂടുതലാ. അത് ശരിയാ. എന്താ അതിന്റെ ഒരു നെകളിപ്പ്? നിലത്തൊന്നും അല്ല. വേലക്കാരിയെ വേലക്കാരുടെ സ്ഥാനത്ത് നിർത്തുക. എന്തേ? അവളെ ഒരു വേലക്കാരത്തിയായിട്ടല്ല ഞങ്ങള് കൂട്ടിയേക്കണേ. 8 വയസ്സില് എന്റെ അടുത്ത് വന്നാ. ഞാൻ 2 പ്രസവിച്ചെന്നേ ഉള്ളൂ. എന്റെ 2 മക്കളെയും വളർത്തി വലുതാക്കിയത് ഞാനല്ല, അവളാ. അവളെ ഞാൻ എങ്ങനെയാ ഒരു വേലക്കാരത്തിയായിട്ട് കാണുക? ഇവിടെ പിണക്കം തീർന്നില്ല ഇതുവരെ. നീ എന്ത് കിടപ്പാ രാധയെ കിടക്കണേ? കണ്ട തമ്പുരാട്ടിമാര് നിന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് നിനക്ക് എന്താ എത്ര വിഷമിക്കാനുള്ളത്? പറഞ്ഞു പറ്റിക്കണ എന്തിനാ മനുഷ്യനെ? അവരുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ? രാധയെന്നും പറഞ്ഞ് മയക്കനും കൂടി ഇങ്ങോട്ട് വരട്ടെ. ആ തലയോ? ഓഹോ, ലത. അത് പോട്ടെ, നീ വാ, നമുക്ക് ഊണ് കഴിക്കാം. ചന്ദ്രേട്ടൻ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി നിനക്ക് ഇഷ്ടമുള്ള കാഴ്ചയൊക്കെ കാട്ടിത്തരാം. പോരെ? എനിക്കൊന്നും കാണണ്ട. അതിനുള്ള തലവരൊന്നുമില്ല എനിക്ക്. അല്ലെങ്കിൽ വേണ്ട. ദിവാകരനോട് പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള പാട്ടോ നാടകമോ സിനിമയോ എന്താന്ന് വെച്ചാ കാണിക്കാം. ഏയ്, നല്ല സാധനം. എന്നെ ആരും കാണിക്കണ്ട. അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം വരുന്നുണ്ട്. എനിക്കൊന്നും കാണണ്ടെന്ന് പറഞ്ഞില്ലേ? കാണണ്ടെങ്കിൽ വേണ്ട. രാജ വാരി കൊടുക്കണം പറഞ്ഞ ആ ചെക്കൻ ഇവിടെ ഊണ് കഴിക്കണില്ല. വെള്ളോടെ ലോകത്തിന്റെ ചത്തുവിട്ട് പോയോ മതി എനിക്ക്. മനുഷ്യൻ ഒരു സ്വൈര്യം തരില്ല വെച്ചാ.